ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ വളരെ രസകരമായ ഒരു സുന്ദരമായ ഒരു കഥയാണ് പഠിക്കാൻ പോകുന്നത്. ഗംഗാദേവി എങ്ങനെയാണ് ഭൂമിയിലേക്ക് വന്നത്? ഇക്ഷ്വാകു വംശത്തിൽ സഗരൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. സുന്ദരനും കരുത്തനും പരാക്രമശാലിയുമായിരുന്നു അദ്ദേഹം. വൈദർഭി എന്നും ശൈബ്യ എന്നും രണ്ട് ഭാര്യമാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവരെ കൂട്ടിക്കൊണ്ട് കൈലാസത്തിൽ പോയി സഗരൻ യോഗാഭ്യാസവും കഠിനമായ തപസ്സും ചെയ്തു. തപസ്സിൻ്റെ ഫലമായി മഹാദേവൻ പ്രത്യക്ഷനായി. മഹാരാജാവ് രാജ്ഞിമാരോടൊപ്പം ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. ഒരു പുത്രൻ വേണമെന്ന് പ്രാർത്ഥിച്ചു. മഹാദേവൻ സന്തോഷപൂർവം അവരോട് പറഞ്ഞു, രാജാവേ, നിങ്ങൾ വരം ചോദിച്ച മുഹൂർത്തത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ഒരു രാജ്ഞിക്ക് അഹങ്കാരികളും ശൂരന്മാരുമായ 60,000 പുത്രന്മാരുണ്ടാകും. പക്ഷേ അവരെല്ലാം ഒരുമിച്ചു തന്നെ നഷ്ടപ്പെടും. മറ്റേ റാണിയിൽ വംശാങ്കുരമായി ശൂരനായ ഒരു പുത്രൻ ഉണ്ടാകും. ഇങ്ങനെ അരുളി ചെയ്തിട്ട് ശ്രീ പരമേശ്വരൻ അന്തർധാനം ചെയ്തു. രാജാവ് പത്നിമാരോടുകൂടി രാജധാനിയിലേക്ക് തിരിച്ചുപോയി. ഏറെ താമസിയാതെ രാജപത്നിമാർ ഗർഭിണികളായി. യഥാകാലം വൈദർഭി ഒരു മാംസപിണ്ഡത്തെ പ്രസവിച്ചു. ശൈബ്യയുടെ ഗർഭത്തിൽ നിന്നും ദേവകുമാരനെ പോലെ തേജസ്വിയായ ഒരു ബാലൻ പിറന്നു. ആ മാംസപിണ്ഡത്തെ ദൂരെ കളയാൻ ഒരുങ്ങിയ രാജാവ് ആ സമയത്തു കേട്ട ഒരു അശരീരി അനുസരിച്ച് അതിനെ ചെറിയ ചെറിയ കുടങ്ങളിൽ വിധിപ്രകാരം സൂക്ഷിച്ചു. ഓരോ കുടവും സൂക്ഷിക്കാൻ പ്രത്യേകം ദാസിമാരെ ചുമതലപ്പെടുത്തി. വളരെ കാലം കഴിഞ്ഞപ്പോൾ 60,000 പുത്രന്മാർ ആ കുടങ്ങളിൽ നിന്നും പുറത്തു വന്നു. ക്രൂര സ്വഭാവികളും ദുഷ്കർമ്മികളുമായി അവർ ആകാശത്തിൽ പറന്ന് സഞ്ചരിച്ചു. സംഖ്യാബലം കൊണ്ട് കൂടുതൽ അഹങ്കരിച്ച അവർ ദേവന്മാരെയും ഈ ലോകത്തെ തന്നെയും ധിക്കരിച്ചു. കാലമേറെ കഴിയവേ സഗരൻ അശ്വമേധത്തിനൊരുങ്ങി. യാഗാശ്വം ദിഗ്വിജയ യാത്രയാരംഭിച്ചു. അശ്വപാലകരായി പരാക്രമികളായ പുത്രന്മാർ നിയുക്തരായി. അശ്വം പലയിടത്തും സഞ്ചരിക്കുന്നതിനിടയിൽ ജലരഹിതവും ഭീകരവുമായ സമുദ്രത്തിലെത്തി. വളരെ ശ്രദ്ധയോടെ രാജകുമാരന്മാർ അനുഗമിച്ചിരുന്നുവെങ്കിലും പെട്ടെന്ന് അശ്വം അപ്രത്യക്ഷമായി. വളരെ തിരഞ്ഞിട്ടും കാണാതെ വന്നപ്പോൾ കുതിരയെ ആരോ മോഷ്ടിച്ചിരിക്കുമെന്ന് രാജകുമാരന്മാർ കരുതി. അവർ രാജസന്നിധിയിലെത്തി വിവരം ഉണർത്തിച്ചു. സഗരൻ അതുകേട്ട് ക്രോധത്തോടെ പറഞ്ഞു, പോകൂ, കുതിരയെ അന്വേഷിക്കൂ. അശ്വത്തെ കൂടാതെ തിരിച്ചു വരരുത്. സഗരസന്തതികൾ ഭൂമിയാകെ അശ്വത്തെ തിരഞ്ഞു. ഒടുവിൽ ഒരിടത്ത് ഭൂമി പിളർന്നിരിക്കുന്നതും അവിടെ ഒരു ദ്വാരമുള്ളതും അവർ കണ്ടെത്തി. ആ സ്ഥലം അവർ കുഴിച്ചു നോക്കാൻ തുടങ്ങി. ആ പണികൾക്കിടയിൽ സമയമേറെ കഴിഞ്ഞു പോയെങ്കിലും അവർക്ക് അശ്വത്തെ കണ്ടെത്താനായില്ല.
അതുകൊണ്ട് ക്രുദ്ധനായ അവർ ഈശാന കോണിൽ പാതാളം വരെ കുഴി തോണ്ടി അവിടെ കുതിര മേഞ്ഞു നടക്കുന്നതായി അവർ കണ്ടെത്തി. അതിൻ്റെ അടുത്തു തന്നെ തേജോമയനായ കപില മഹർഷിയെയും അവർ കണ്ടു. കുതിരയെ കണ്ടെത്താൻ കഴിഞ്ഞതിൽ അവർ സന്തോഷിച്ചു. പക്ഷേ കാലക്കേട് കൊണ്ടാകാം അവർക്ക് കപിലനോട് ക്രോധം തോന്നി. അദ്ദേഹത്തെ അവഗണിച്ചുകൊണ്ട് കുതിരയെ കൊണ്ടുപോകാൻ അവർ ഒരുങ്ങി. മഹാതേജസ്വിയായ കപിലൻ അത് കണ്ട് ക്രുദ്ധനായി. സഗരസന്തതികളുടെ നേരെ കപിലൻ തേജസ് വർഷിച്ചു. അതേറ്റ് ആ മന്ദബുദ്ധികൾ ഭസ്മമായി തീർന്നു. അതു കണ്ട നാരദ മഹർഷി സഗരൻ്റെ അടുക്കലെത്തി വിവരം അറിയിച്ചു. നാരദരുടെ വാക്കുകേട്ട സഗരൻ അല്പസമയം ദുഃഖിതനായി ഇരുന്നു പോയി. അപ്പോൾ മഹാദേവൻ പണ്ട് അരുളി ചെയ്ത കാര്യങ്ങൾ അദ്ദേഹത്തിന് ഓർമ്മ വന്നു. പിന്നീട് രാജാവ് അസമജസൻ്റെ പുത്രനായ അംശുമാനെ, അതായത് പൗത്രനെ വിളിച്ചു പറഞ്ഞു, മകനെ, എൻ്റെ 60,000 പുത്രന്മാർ കപിലൻ്റെ തേജസ്സേറ്റ് ഭസ്മമായി പോയി. ധർമ്മരക്ഷയ്ക്കും ജനഹിതത്തിനും വേണ്ടി നിന്റെ പിതാവിനെ ഞാൻ ഉപേക്ഷിക്കുകയും ചെയ്തു. ഇത് കേട്ട് യുധിഷ്ഠിരൻ ലോമശനോട് ചോദിച്ചു, എന്താണ് അങ്ങ് പറയുന്നത് തപോധന? സഗരൻ തൻ്റെ പുത്രനെ ഉപേക്ഷിച്ചതെന്തിന്? ഉടനെ ലോമശൻ ഇപ്രകാരം പറഞ്ഞു, സഗരന് ശൈബിയിൽ ജനിച്ച പുത്രൻ അസമജസൻ എന്ന പേരിൽ പ്രഖ്യാതനായിരുന്നു. ജനങ്ങളുടെ ദുർബലരായ കുട്ടികൾ കരയുന്നത് കേട്ടാൽ അയാൾ അവരെ കഴുത്തിനു തൂക്കി നദിയിൽ എറിഞ്ഞു കളയുമായിരുന്നു. ജനങ്ങൾ ഭീതരും ദുഃഖിതരുമായി രാജാവിൻ്റെ മുമ്പിലെത്തി ഉണർത്തിച്ചു, മഹാരാജാവേ, അങ്ങ് ശത്രുപീഡയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്നു. ഇപ്പോൾ അങ്ങയുടെ പുത്രനായ അസമജസനെയാണ് ഞങ്ങൾ ഭയക്കുന്നത്. അയാളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചാലും. വിവരമറിഞ്ഞ സഗരൻ അല്പസമയം ദുഃഖിതനായി. പിന്നീട് മഹാരാജാവ് മന്ത്രിമാരെ വിളിച്ചു കൽപ്പിച്ചു, എൻ്റെ ഇഷ്ടമറിഞ്ഞ് പ്രവർത്തിക്കുന്നവരാണല്ലോ നിങ്ങൾ. ആ സ്ഥിതിക്ക് വേഗം അസമജസനെ നഗരത്തിൽ നിന്നും പുറത്താക്കൂ. മന്ത്രിമാർ രാജ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിച്ചു. അങ്ങനെ സഗര മഹാരാജാവ് ജനഹിതത്തിനു വേണ്ടി തൻ്റെ പുത്രനെ നാടുകടത്തി. സഗരൻ അംശുമാനോട് പറഞ്ഞു, മകനെ, നിന്റെ പിതാവിനെ ഞാൻ നാടുകടത്തി. എൻ്റെ മറ്റു പുത്രന്മാർ ഒന്നൊഴിയാതെ ഭസ്മമായി പോയി. യാഗാശ്വത്തെ കിട്ടിയതുമില്ല. എനിക്കിപ്പോൾ ദുഃഖമേ ഉള്ളൂ. നീ എങ്ങനെയെങ്കിലും കുതിരയെ തേടിപ്പിടിച്ചു കൊണ്ടുവരിക. ഞാൻ യജ്ഞം പൂർണ്ണമാക്കിയിട്ട് സ്വർഗം പോകട്ടെ. ഇതുകേട്ട് അംശുമാൻ ദുഃഖിതനായി. ഭൂമി കുഴിച്ചിട്ടിരിക്കുന്നിടത്തേക്ക് തന്നെ അംശുമാൻ യാത്രയായി. ആ വഴിക്ക് സമുദ്രത്തിൽ കടന്ന കുമാരൻ കപില മഹർഷിയെ കണ്ട് പ്രണമിച്ചു. എന്നിട്ട് അവിടെ വരാനുള്ള കാരണം ഉണർത്തിച്ചു. കപിലൻ സന്തുഷ്ടനായി പറഞ്ഞു, കുഞ്ഞേ, ഞാൻ നിനക്ക് വരം തരാൻ ആഗ്രഹിക്കുന്നു. എന്തു വേണമെന്ന് പറഞ്ഞുകൊള്ളൂ. അംശുമാൻ യാഗാശ്വത്തെ ആവശ്യപ്പെട്ടു. മഹർഷി വീണ്ടും വരം നൽകാൻ ഒരുങ്ങിയപ്പോൾ ഭസ്മമായി പോയവരുടെ ആത്മാക്കൾക്ക് പരിശുദ്ധിയും നിത്യശാന്തിയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചു. കപിലൻ പറഞ്ഞു, കുമാര, നിനക്ക് മംഗളമുണ്ടാകട്ടെ. നീ ആവശ്യപ്പെട്ട വരം ഞാനിതാ തരുന്നു. ക്ഷമ, ധർമ്മം,
സത്യം തുടങ്ങിയ ഗുണങ്ങൾ നിനക്കുണ്ട്. നീ നിമിത്തം സഗരൻ്റെ ജീവിതം ധന്യമാകും. നിന്റെ ശക്തി കൊണ്ട് സഗരപുത്രന്മാർ സ്വർഗം പോകും. നിന്റെ പൗത്രനായ ഭഗീരഥൻ സഗരപുത്രന്മാരെ ഉദ്ധരിക്കാനായി ദേവഗംഗയെ ഭൂമിയിൽ കൊണ്ടുവരും. നീ യാഗാശ്വത്തെ കൊണ്ടുപോയിക്കൊള്ളുക. അങ്ങനെ അംശുമാൻ യാഗാശ്വത്തെ യജ്ഞശാലയിലേക്ക് കൊണ്ടുവന്നു. സഗരൻ സന്തോഷിച്ചു. യജ്ഞം പൂർണ്ണമായി. പിന്നീട് വളരെ കാലം പ്രജാപരിപാലനം നടത്തിയ സഗരൻ പൗത്രനെ രാജ്യഭാരമേൽപ്പിച്ചിട്ട് സ്വർഗം പോകി. അംശുമാൻ പിതാമഹനെ പോലെ തന്നെ ധർമ്മനിഷ്ഠയോടെ രാജ്യം വാണു. ഒടുവിൽ തൻ്റെ പുത്രനായ ദിലീപനെ രാജ്യമേൽപ്പിച്ചിട്ട് അംശുമാൻ അന്തരിച്ചു. തൻ്റെ പിതൃക്കൾക്ക് പരഗതി ലഭിച്ചിട്ടില്ലെന്നറിഞ്ഞ ദിലീപൻ വളരെയധികം ദുഃഖിച്ചു. ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ദിലീപൻ വളരെ പ്രയത്നിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ദിലീപൻ്റെ പുത്രനായ ഭഗീരഥൻ ധർമ്മിഷ്ഠനായിരുന്നു. അദ്ദേഹത്തെ ഭരണഭാരമേൽപ്പിച്ചിട്ട് ദിലീപൻ വനത്തിൽ പോയി തപസ്സു ചെയ്തു. എന്നിട്ട് സ്വർഗം പോകി. പ്രശസ്തനായ വില്ലാളിയും മഹാരഥനുമായിരുന്നു ഭഗീരഥൻ. കപില മഹർഷിയുടെ കോപത്താൽ തൻ്റെ പൂർവികർ ഭസ്മമായി പോയെന്നും ആ പിതൃക്കൾക്ക് സ്വർഗം പോകാൻ കഴിഞ്ഞിട്ടില്ലെന്നും മനസ്സിലാക്കിയ ഭഗീരഥൻ അത്യന്തം ദുഃഖിതനായി. അദ്ദേഹം ഈ ഭരണഭാരമെല്ലാം മന്ത്രിമാരെ ഏൽപ്പിച്ചിട്ട് ഹിമാലയത്തിൽ പോയി തപസ്സനുഷ്ഠിച്ചു. കായ്കനികളും ജലവും കഴിച്ചുകൊണ്ട് അദ്ദേഹം 1000 ദിവ്യവർഷം കഠിന തപസ് അനുഷ്ഠിച്ചു. ഒടുവിൽ ഗംഗാദേവി പ്രത്യക്ഷപ്പെട്ടു. ദേവി ഇപ്രകാരം ചോദിച്ചു: രാജാവേ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? പറയൂ, ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ പ്രവർത്തിക്കാം. രാജാവ് പറഞ്ഞു: ദേവി, എൻ്റെ പൂർവികനായ സഗരൻ്റെ 60,000 പുത്രന്മാർ യാഗാശ്വത്തെ അന്വേഷിക്കുന്നതിനിടയിൽ കപിലൻ്റെ കോപത്തിന് പാത്രമായി. കപിലൻ അവരെ യമലോകത്തേക്ക് അയച്ചു കളഞ്ഞു. അവരുടെ ഭസ്മത്തിൽ അവിടുത്തെ ജലം കൊണ്ട് അഭിഷേകം നടത്തുന്നതുവരെ അവർക്ക് സദ്ഗതി ലഭിക്കില്ല. ആ സഗരപുത്രന്മാരെ ഉദ്ധരിക്കാൻ ഞാൻ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഗംഗാദേവി രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു: രാജാവേ, താങ്കളുടെ പ്രാർത്ഥന സഫലമാക്കാം. സംശയം വേണ്ട. ആകാശത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഞാൻ വരുമ്പോൾ എൻ്റെ ശക്തി ഭൂമിക്ക് അസഹ്യമാവും. 3 ലോകങ്ങളിലും എന്നെ താങ്ങാൻ കെൽപ്പുള്ളവരില്ല. ദേവാധിദേവനായ നീലകണ്ഠന് എന്നെ താങ്ങാൻ തീർച്ചയായും കഴിയും. നിങ്ങൾ തപസ്സു ചെയ്ത് അദ്ദേഹത്തെ പ്രസാദിപ്പിക്കൂ. ഞാൻ ഭൂമിയിൽ വീഴുമ്പോൾ അദ്ദേഹം ശിരസ്സുകൊണ്ട് എന്നെ താങ്ങും. നിങ്ങളുടെ പിതൃക്കളുടെ നന്മയ്ക്ക് വേണ്ടി അദ്ദേഹം തീർച്ചയായും സഹായിക്കും. ഇതുകേട്ട് ഭഗീരഥൻ കൈലാസത്തിൽ പോയി കഠിന തപസ്സു ചെയ്തു. മഹാദേവനെ സന്തോഷിപ്പിച്ചു. ഗംഗയെ ഭൂമിയിൽ താങ്ങി ഇറക്കാമെന്ന് മഹാദേവൻ സമ്മതിക്കുന്നു. ഭഗീരഥൻ വീണ്ടും ഗംഗയെ സ്മരിച്ചു. ദേവാദിദേവനായ മഹാദേവൻ ഹിമാലയത്തിൽ ഗംഗയെ പ്രതീക്ഷിച്ചു നിൽക്കുന്നു. മഹാദേവന്റെ ശിരസിലേക്ക് ഗംഗ പ്രവഹിക്കാൻ തുടങ്ങി. ഗംഗ ഭഗീരഥനോട് ഇപ്രകാരം പറഞ്ഞു: രാജാവേ, നിങ്ങൾക്കു വേണ്ടി ഞാൻ ഭൂമിയിൽ ഇറങ്ങിയിരിക്കുന്നു. പറയൂ, ഏതു വഴിക്കാണ് ഞാൻ പോകേണ്ടത്? ഇതുകേട്ട് തൻ്റെ പൂർവികർ ഭസ്മമായി കിടന്ന സ്ഥലത്തേക്ക് ഭഗീരഥൻ ഗംഗയെ കൂട്ടിക്കൊണ്ടുപോയി. ഗംഗാജലം കൊണ്ട് സമുദ്രം നിറഞ്ഞു. ഭഗീരഥൻ ഗംഗയെ തൻ്റെ പുത്രിയായി കരുതി. തൻ്റെ ആഗ്രഹം സഫലമായതിനാൽ
സംതൃപ്തനായ മഹാരാജാവ് ഗംഗാജലം കൊണ്ട് പിതൃക്കൾക്ക് ശാന്തി നൽകി. ഹരേ കൃഷ്ണ. ഇങ്ങനെയാണ് സ്വർഗത്തിൽ വസിച്ചിരുന്ന ദേവഗംഗ ഭൂമിയിലേക്ക് എത്തിയത്. എങ്ങനെയാണ് മഹാദേവൻ്റെ തലമുടിക്കെട്ടിനുള്ളിൽ ഗംഗാദേവി വന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇവിടെ മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ജലരഹിതമായ സമുദ്രമെന്ന് ആദ്യം പറയുകയും പിന്നീട് ഗംഗാജലം കൊണ്ട് സമുദ്രം നിറഞ്ഞുവെന്നും പറയുന്നു. എങ്ങനെയാണ് സമുദ്രം ജലരഹിതമായത്? അതായത് അഗസ്ത്യമുനി കുടിച്ചു വറ്റിച്ചതാണ് സമുദ്രം. അത് മറ്റൊരു കഥയാണ്. അത് ഉടനെ തന്നെ പറയാം. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻ്റ് ഇട്ടോളൂ. അറിയാൻ മേലെങ്കിൽ ആ കഥ കേൾക്കണമെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടൂ, ഞാൻ പറയാം. നല്ലൊരു കഥയാണത്. എല്ലാവർക്കും ഇതുപോലുള്ള കഥകൾ കേൾക്കുന്നത് ഇഷ്ടമാണോ? നിങ്ങൾ കമൻ്റ് ഇടൂ. ഇഷ്ടമാണെങ്കിൽ കമൻ്റ് ഇടൂ. ഏതൊക്കെ കഥകൾ വേണം, അറിയാൻ താല്പര്യമുണ്ട് എന്നുള്ളതും കൂടെ കമൻ്റ് ഇടൂ. കുറേശ്ശെ എനിക്കറിയാവുന്നതൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം. ഇന്നലത്തെ കഥ എല്ലാവരും കേട്ടോ? വ്യാധഗീത. കേൾക്കാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായും കേൾക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന്. അതുപോലെ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.